പലസ്തീൻ വിഷയം രാജ്യത്ത് വീണ്ടും ചർച്ചയാവുകയാണ്. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അല്ലെങ്കിൽ നിലപാടില്ലായ്മയ്ക്കെതിരെ ആഞ്ഞടിച്ച സോണിയാഗാന്ധി രംഗത്തെത്തി. നരേന്ദ്രമോദി സർക്കാരിന്റെ മൗനം മനുഷ്യത്വരഹിതമാണ്. നെതന്യാഹുവുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മോദി ഭരണഘടനാ ബാധ്യതയെ തള്ളിക്കളയുന്നു. മോദിയുടെ വ്യക്തിഗത ഡിപ്ലോമസി രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ദി ഹിന്ദു പത്രത്തിലെഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. RDX റാപ്പ് കാണാം. ഇസ്രയേൽ പലസ്തീൻ സംഘർഷ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് സോണിയാഗാന്ധി. ലോകത്തെവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും നിലപാടെടുത്ത ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാട് ഇന്ത്യ 1988 തന്നെ ശക്തമായി എടുത്തിട്ടുണ്ട്. 193 രാജ്യങ്ങളിൽ 157 രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല നിലപാട് എടുത്തു കഴിഞ്ഞു. ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പോർച്ചുഗലും ഓസ്ട്രേലിയയും അതിനൊപ്പമാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നിശബ്ദരാവുകയും ധാർമ്മിക മാനുഷിക മൂല്യങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുകയുമാണെന്ന് ദ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ സോണിയ ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ മൂല്യങ്ങളോ നയതന്ത്രപരമായ താൽപര്യങ്ങളോ അല്ല, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് ഇന്ത്യയുടെ നിലപാട് രൂപപ്പെടുത്തിയതെന്നും അവർ കുറ്റപ്പെടുത്തി. പലസ്തീൻ അനുകൂല നിലപാടിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകണമെന്നും ഇനി ഒട്ടും വൈകാതെ ഇന്ത്യ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും സോണിയാഗാന്ധി ലേഖനത്തിലൂടെ അഭ്യർത്ഥിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലം മുതൽ ഇസ്രയേലുമായി തന്ത്രപ്രധാന ബന്ധമാണ് ഉള്ളത്. ഇന്ത്യ ഇസ്രയേൽ പ്രധാനമന്ത്രിമാരുടെ സൗഹൃദം പലസ്തീൻ വിഷയത്തിൽ പ്രതിഫലിച്ചു എന്നാണ് സോണിയാഗാന്ധിയും ചൂണ്ടിക്കാട്ടുകയും എതിർക്കുകയും ചെയ്യുന്നത്. പ്രതിരോധം, സൈബർ സുരക്ഷ, ഹൈടെക് സാങ്കേതികവിദ്യ എന്നിവയിൽ ഇന്ത്യക്ക് നരേന്ദ്രമോദി സർക്കാരിന് ഇസ്രയേലുമായിട്ട് സഹകരണമുണ്ട്. കൃഷി, ശാസ്ത്ര സാങ്കേതിക മേഖല എന്നിവയിലും ഇസ്രയേലുമായി ഇന്ത്യക്ക് കരാറുകൾ ഉണ്ട്. ഇസ്രയേലുമായി കൂടുതൽ അടുത്തതോടെ പലസ്തീനുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു എന്നതാണ് ചിലർ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് വാങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പലസ്തീൻ അംഗീകൃത രാജ്യാധികൃതികളോ തലസ്ഥാനമോ സൈന്യമോ ഇല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. പല രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുണ്ട്. UN-ൽ നിരീക്ഷക പദവിയുമുണ്ട്. പലസ്തീന് സ്വതന്ത്ര രാഷ്ട്രമാകാൻ അവകാശമുണ്ട് എന്ന നിലപാട് ഇന്ത്യ പക്ഷേ ഔദ്യോഗികമായി തുടരുന്നുണ്ട്. ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല. അക്രമ സംഭവങ്ങളെ അപലപിച്ചിട്ടുമുണ്ട്. ഹമാസ് ഇസ്രയേലിനെതിരെ 2023 ഒക്ടോബറിൽ നടത്തിയ ആക്രമത്തെ ഇന്ത്യ അപലപിച്ചിരുന്നു. ഗാസ വിഷയം UN പൊതുസഭ വോട്ടിനിട്ടപ്പോൾ 4 വട്ടം ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറി. പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയം അനുകൂലിച്ച് വോട്ട് ചെയ്തു. സെപ്റ്റംബർ 12 UN-ൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തെയാണ് ഇന്ത്യ അനുകൂലിച്ചത്. അതാണ് പതിവ് തെറ്റുകളായത്. 193 UN അംഗരാഷ്ട്രങ്ങളിൽ 145 രാജ്യങ്ങൾ ഇതുവരെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചു. ചൈനയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെ പ്രധാന രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനും പോർച്ചുഗലിനും പിന്നാലെ ഫ്രാൻസും അടുത്തിടെ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, ബെൽജിയം, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. പലസ്തീനെ സ്വതന്ത്ര പദവി അംഗീകരിക്കുന്നത് ഹമാസിന് പാരിതോഷികമാകുമെന്ന് ട്രംപ് എതിർക്കുകയാണ്. ഇതിനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏകമാർഗം ബന്ദി മോചനമാണെന്നും ട്രംപ് പറയുന്നു. പലസ്തീനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അംഗീകരിച്ച രാജ്യങ്ങളോട് നെതന്യാഹു പറയുന്നു. പലസ്തീനെ അംഗീകരിക്കുന്ന നേതാക്കൾ ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകിയാണ് എന്നുകൂടെ പറയുകയാണ്. സോണിയാഗാന്ധിയുടെ ലേഖനത്തിൻ്റെ വിശദാംശങ്ങൾ കൂടെയുണ്ട്. അതിനകത്ത് ഈ 193-ൽ 145 153 രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സോണിയാഗാന്ധിയുടെ ലേഖനം രാവിലെ ഹിന്ദു പത്രത്തിൽ വായിക്കുമ്പോൾ വളരെ സ്ട്രോങ് വേർഡഡ് ആയിട്ടുള്ളൊരു ലേഖനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അക്ഷരന്താ അതിനകത്ത് അത് കോൺഗ്രസിനെ കൂടെ എനിക്ക് തോന്നുന്നു ആഭ്യന്തരമായിട്ട് ഗാസ വിഷയത്തിൽ കുറെ കൂടെ ശക്തമായിട്ട് പ്രതിഷേധിക്കാനും പരിപാടികൾ സംഘടിപ്പിക്കാനും കോൺഗ്രസിനെ കേരളത്തിലടക്കം പ്രേരിപ്പിക്കുന്ന സംഗതിയായിട്ടും എനിക്ക് തോന്നി. അതെ അതെ, അത് കോൺഗ്രസിനെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം കർണാടകത്തിലെ സർക്കാർ ഈ പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കോൺഗ്രസിന് കൂടിയുള്ള ഒരു ലേഖനമാണത്. ആ നിലയ്ക്ക് തന്നെ വേണം, ഉപദേശമാണത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇന്ത്യ എപ്പോഴും പറയാറുള്ളത് നമുക്ക് ഈ ചേരിചേരാ നയമുണ്ട്. യുദ്ധങ്ങളിൽ ഈ ശാക്തിക ചേരിതിരിവിൽ നമ്മൾ ചേരാ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധങ്ങളിൽ ചേരിചേരാ നയം നടപ്പാക്കാം, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വംശഹത്യയിൽ ചേരിചേരാ നയം കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയല്ല. അങ്ങനെയല്ല വേണ്ടത്. കാരണം ഇപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ ആദ്യന്തം സ്വീകരിച്ച നടപടികൾ പരിശോധിച്ചാൽ ഏതാണ്ട് ആ മട്ടിലാണ്. അതായത് ഇപ്പുറത്ത് ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പുറത്ത് ഈ ആക്രമണത്തിന് ഇരയാകുന്ന ഗാസയിലുള്ള ആളുകൾക്ക്
മറ്റ് ഭക്ഷ്യവസ്തുക്കളോ മറ്റ് മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം ഇതൊരു ഒട്ടും ആനുപാതികമല്ല എന്ന് നമുക്ക് തോന്നുന്നത് $10 ബില്യൺ ബിസിനസ് ഇസ്രയേലുമായി ചെയ്യുന്നു. അപ്പുറത്ത് $120 മില്യൺ മരുന്ന് ഗാസയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അത് ഒരു ശരിയായ രീതിയായി വിലയിരുത്തില്ല. അതുമാത്രമല്ല, അത് ചേരിചേരാ നയത്തിൻ്റെ തത്വങ്ങളുടെ എല്ലാ ലംഘനവുമാണ്. കാരണം നമ്മൾ ചേർന്നിരിക്കുന്നു എന്ന് തന്നെ വേണമല്ലോ അപ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഈ സംഘർഷം ഇങ്ങനെ നടക്കുമ്പോൾ, ഈ വംശഹത്യ ഇങ്ങനെ തുടർച്ചയായി നടക്കുന്ന ഘട്ടത്തിൽ പോലും പ്രതിരോധ കരാറുകളിൽ ഇസ്രയേലുമായി ഏർപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു വിശാലത ഇന്ത്യ ഇസ്രയേലിനോട് കാണിക്കുന്നു എന്നത് സ്വാഭാവികമായും ഈ മാനവിക വിഷയങ്ങളിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യ പോയി ചെന്ന് പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള, അതായത് കാലങ്ങളായി സ്വീകരിച്ചു വന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രതിസന്ധിയിൽ ഈ രാജ്യം തന്നെ ചെന്ന് പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് നിലപാട്. എല്ലാം അത്ര സൂക്ഷ്മമായി ഈ ഹമാസിനെ പരാമർശിക്കാത്തത് കൊണ്ട് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക, അതല്ലെങ്കിൽ ഒരേ സമയം ഹമാസിനെ പരാമർശിക്കാത്തത് കൊണ്ട് വിട്ടു നിന്നിരിക്കുന്ന സന്ദർഭം പോലും ഐക്യരാഷ്ട്രസഭയിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ന്യായമായ സംശയം ആർക്കും ഉണ്ടാവും. മാത്രമല്ല, എന്താണ് പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന സമീപനം? ഇപ്പോൾ ഉത്തർപ്രദേശിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കെതിരെ പ്രകടനം നടത്തിയതിന് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ പ്രകടനം നടത്തിയവർക്കെതിരെ കേസെടുക്കുകയാണ്. പലയിടത്തും സമ്മേളനത്തിന് അനുമതി വരെ നിഷേധിക്കുന്ന സ്ഥിതിയുണ്ടായി. ജമ്മു കാശ്മീരിൽ പ്രകടനങ്ങൾ പൂർണ്ണമായി നിരോധിക്കുക ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിലാണ് കേട്ടോ. അതുപോലെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരെ നിരോധിച്ചു പ്രാദേശിക സർക്കാരുകൾ. ആ നിലയ്ക്കാണ് നടപടി സ്വീകരിക്കുക. അത്തരം സംഭവം സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെ പോലും നടപടി ഉണ്ടാവുക, അങ്ങനെയൊരവസ്ഥ. ഡൽഹിയിൽ ഈ വിഷയത്തിൽ സാമുദായിക സന്തുലനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, ഇത്തരം പ്രകടനങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അത് ഒരു ജനാധിപത്യ ഒന്നാമത് ചേരുന്നതല്ല, നമ്മുടെ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ ആ കാര്യത്തിൽ ഈ രാജ്യം എന്ന നിലയിൽ നമ്മൾ സ്വീകരിച്ച നിലപാടുകളെ വിമർശന ബുദ്ധിയോടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ കാണേണ്ടതുണ്ട്. ശക്തമായി സോണിയാഗാന്ധിയെ പോലെ ആ ശബ്ദം ഉയർത്തേണ്ടതുമുണ്ട്. നിശ്ചയമായിട്ട് ഈ പറഞ്ഞ ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്നതാണ് സോണിയാഗാന്ധി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. അതായത് അവർ ഇങ്ങനെ ബംഗ്ലാദേശിലെ പ്രശ്നം, ഈസ്റ്റ് പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ നടന്ന വലിയ കൂട്ടക്കൊലയിൽ ഇന്ത്യ എന്ത് നിലപാടെടുത്തത്, വിയറ്റ്നാമിൽ എന്ത് നിലപാടെടുത്തത്, അൾജിയേഴ്സിൽ അവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ എന്ത് നിലപാടാണ് നമ്മളെടുത്തത് എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എക്കാലത്തും ധാർമ്മികമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിലെടുത്തത്, ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്ന് വളരെ ശക്തമായ വാക്കുകളിൽ ഓർമ്മിപ്പിക്കുകയാണ് സോണിയാഗാന്ധി ചെയ്യുന്നത്. ഇതിലെനിക്ക് വളരെ വളരെ സന്തോഷവും ആശ്വാസവും തോന്നിയൊരു കാര്യമാണ്. രാവിലെ വാർത്ത കണ്ടപ്പോൾ, ഈ ലേഖനം വായിച്ചപ്പോൾ, ഒന്ന് രാജ്യം തന്നെ ഹർഷനി പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ഇത്ര വലിയ നഗ്നമായിട്ടുള്ള കൂട്ടക്കൊല, കുട്ടികളുടെ പട്ടിണികിടക്കലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യം ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് മാത്രമല്ല, അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം ശക്തമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് ഇവിടെ ആ ഭരണ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും കുട്ടികൾ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് താഴെ. കുട്ടികൾ കൊല്ലപ്പെടുകയും പട്ടിണിക്കോലങ്ങളായിട്ടുള്ള കുട്ടികളുടെ പറ്റിയുള്ള സങ്കടകരമായിട്ടുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അതിൻ്റെ താഴെ വന്ന് പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നൊരു കാലത്ത് സോണിയാഗാന്ധിയെ പോലെ മുതിർന്ന ഒരു നേതാവ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുള്ള ഒരാളാണ് സോണിയാഗാന്ധി. അവരങ്ങനെ ഇപ്പോൾ കുറേ കാലമായിട്ട് അസുഖമൊക്കെ ആയതുകൊണ്ടും ഏതാണ്ടൊരു പിൻവാങ്ങിയതുപോലെയാണല്ലോ, അവരധികം സംസാരിക്കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്താവനകൾ അവരുടെ ഭാഗത്തായിട്ട് വരാറോ ഇല്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ എക്സ്പീരിയൻസ് ഉള്ള വളരെ ആദരണീയമായിട്ടുള്ളൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. അവരുടെ പേരിൽ ഇങ്ങനൊരു ലേഖനം കാണുകയും ഇത്രയ്ക്ക് ശക്തമായിട്ടുള്ള വാക്കുകൾ അത് കാണുകയും ചെയ്തപ്പോൾ ശരിക്കും ഹർഷ, നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങനൊരു ശബ്ദം ഉയർന്നല്ലോ എന്ന കാര്യത്തിൽ വലിയ വലിയ ആശ്വാസം, നമ്മൾ എത്ര ദിവസം കൂടെ ചർച്ച ചെയ്തു, വലിയ ആശ്വാസം ഉണ്ടായി. അവർ പല കാര്യങ്ങളായിട്ട് പറയുക, അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല ഈ രാജ്യങ്ങളുള്ള ഡിപ്ലോമസി സൂക്ഷിക്കേണ്ടത് എന്ന് ശരിയാവണ്ണം മോദിയോട് പറയുകയാണ്. മോദിയും നരേന്ദ്രമോദിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഒക്കെ ഇത് പരിഹസിച്ചേക്കാം. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം ഡിപ്ലോമസിയായിട്ട് കൊണ്ടു നടന്നതുകൊണ്ട് പലയിടങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്ന് നവാസ് ഷെരീഫിന് സാരിയും കൊണ്ടുപോയിരുന്ന് തുടങ്ങുന്നതാണ്, അവിടെ നിന്ന് പാകിസ്ഥാൻ നമുക്ക് എല്ലാ കാലത്തും തിരിച്ചടിയാണ് കിട്ടിയിരുന്നത്. ട്രംപിൻ്റെ കാര്യമാണെങ്കിൽ വ്യക്തിപരമായിട്ട് മൈ ഫ്രണ്ട് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ട്രംപ് എന്താ നമ്മളോട് ചെയ്തത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനിലേ നടക്കുന്നത് എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ സോണിയാഗാന്ധി അവരുടെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, ഈ രാജ്യത്ത് ഇത്രയും കാലമായിട്ട് അറിയുന്ന, അത് നയിച്ചുകൊണ്ടിരുന്ന നേതാക്കൾ ഒരാളെന്ന നിലക്ക് അവർ പറയുകയാണ്, വ്യക്തിപരമായിട്ടുള്ള ഈ സൗഹൃദവും മറ്റുമല്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസിയെ കൊണ്ട് നടക്കേണ്ടത് എന്ന് അവർ പറയുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരിത് പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ആരെങ്കിലും പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ കുഴപ്പം, ഈ ബെസലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന അവരുടെ ഫിനാൻസ് മിനിസ്റ്റർ മറ്റാണ്, അദ്ദേഹം വരികയാണല്ലോ. അയാൾ ആരാണ്? ഈ കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇത് ഗാസയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ബൊണാൻസയാണ്. അവിടെ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് നടപ്പാക്കും, വെട്ടി വിൽക്കും, അവിടെ വലിയ സൗധങ്ങൾ പണിതുയർത്തും എന്ന മട്ടിൽ ഈ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുകളിലേക്ക് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യരൊക്കെ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസ നടത്തും എന്ന് പ്രഖ്യാപിച്ച അവിടുത്തെ ഒരു മന്ത്രി ഇങ്ങോട്ട് സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ ബസലേൽ സ്മോട്രിച്ച് ഇവിടെ കാലുകുത്തുമ്പോൾ ഇന്ത്യയുടെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യം, നമ്മുടെ ധാർമ്മിക അടിത്തറ ഇളകിപ്പോകും. ആ ഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത് എഴുതുന്നത് എന്നത് അങ്ങേയറ്റം ആശ്വാസകരമായി. ഭൂമിയും ഭരണകൂട സംവിധാനവും ഉണ്ടായിട്ടും അതിരുകളും അസ്തിത്വവുമില്ലാത്തൊരു രാജ്യം, 180-ലധികം ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചതാണെങ്കിലും രാജ്യമില്ലാത്തവരുടെ രാജ്യം, വറ്റിവരേണ്ട കണ്ണുനീർ ചാല് പോലെ അത് നേർത്ത് ഇല്ലാതാവുകയാണ്. അവരുടെ ശേഷിച്ച ഭൂമി ഒരു ചാവ് നിലമായി മാറിയിരിക്കുന്നു. ഏറ്റുമുട്ടലല്ല, വംശഹത്യയാണ് അവിടെ നടക്കുന്നത്. കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധരെന്നോ ഭിന്നശേഷിക്കാരെന്നോ ഇല്ലാതെ ഒരു ജനതയെ ഇസ്രയേൽ കൊന്നു തീർക്കുകയാണ്. ഇത് കണ്ട് മിണ്ടാതിരിക്കുന്നതല്ല ഇന്ത്യയുടെ നയവും പാരമ്പര്യവുമെന്ന് സോണിയാഗാന്ധി ശക്തമായ ഭാഷയിൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. പലസ്തീനെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ. ദുരാഷ്ട്രവാദത്തിന് അനുകൂലമായി വോട്ട് ചെയ്തവരാണ് നമ്മൾ. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ഡെസ്ക് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.